ആഗ്രഹമില്ലാത്ത ഒരാൾക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ ഒരാൾക്ക് ഒരാഗ്രഹവും ഇല്ല. അങ്ങനെ ഒരാൾക്ക് വേണ്ടി നമുക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? നമുക്കൊന്നും ചെയ്തു കൊടുക്കാൻ തോന്നില്ല അല്ലേ? ഇതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആഗ്രഹമില്ലാത്ത ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, അയാളത് സൂക്ഷിക്കോ ശ്രദ്ധിക്കോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതുപോലെ തന്നെയാ ദൈവത്തെ സംബന്ധിച്ച്. ഇപ്പൊ നമുക്ക് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കണം, ദൈവം നമുക്ക് എന്തെങ്കിലും തരണം. അതിനുവേണ്ടി നമുക്ക് ദൈവത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. ഇപ്പം നമുക്കത് ദൈവം തരും എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യം. യേശു അവളോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ലാസർ മരിച്ചു കിടക്കുവാണ്. പക്ഷെ നിനക്ക് അസാധ്യമായ, ലോകത്തിൽ മറ്റാർക്കും സാധിക്കാത്ത, മാലാഖമാർക്ക് പോലും കഴിയാത്ത ഇക്കാര്യം ദൈവമായി എനിക്ക് നിനക്കായി ചെയ്തു തരാൻ സാധിക്കുമെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ഇത് ഞാൻ ചെയ്യും. കാരണം എന്റെ കഴിവില്ലായ്മയല്ല, മറിച്ച് നിനക്ക് വിശ്വാസമുണ്ടായിരിക്കണം. അപ്പോഴാണ് ഞാൻ ആരാണെന്ന് നീ തിരിച്ചറിയുക. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിൽ വിശ്വസിക്കാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തെ വളർത്തണമേ.